ബഹുമാനപ്പെട്ട ഡീക്കൻ ജോ, ബഹുമാനപ്പെട്ട ഡീക്കൻ ക്ലേറ്റസ് ആന്റണി, ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ ആനന്ദപ്രദമായ ദിവസമാണ്. പ്രത്യേകിച്ചും ഈ കപ്പൂച്ചിയൻ സന്യാസ സഭയിൽ 2 സന്യാസിമാർ ദൈവത്തിൻ്റെ പുരോഹിതന്മാരുടെ ആയി അഭിഷേകം ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ മാതാപിതാക്കന്മാരും ബന്ധുക്കളും മറ്റ് നിങ്ങൾ അറിയുന്നവരും നിങ്ങളുടെ അധികാരികളും കൂട്ടായ്മപ്പെട്ടവരും ഒക്കെ ഇന്ന് ഈ ദിവസത്തിൻ്റെ സന്തോഷം അനുഭവിക്കാനും ദൈവത്തിന് നന്ദി പറയാനും നിങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ആശംസകളും അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെല്ലാവരും പേരിൽ നേരുകയാണ്. വൈദികരോട് മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ട് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവാണ് നിത്യപുരോഹിതൻ. നാം ഇന്ന് ദൈവവചനം വായിച്ചു കേട്ടതും അപ്രകാരമാണ്. പ്രകാരം നിത്യം പുരോഹിതനാണ്. യേശുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് അത്. ആ പൗരോഹിത്യത്തിലാണ് ഈശോ നമ്മളെ പങ്കുചേർക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പുരോഹിതന്റെ കടമ എന്താണെന്ന് മാർപ്പാപ്പ ഓർമ്മിക്കുന്നുണ്ട്. അത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം വഴി മനുഷ്യരാശിക്ക് നൽകപ്പെട്ട ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കുർബാനയിൽ കേന്ദ്രീകൃതമായ കർത്താവിന്റെ തിരുശരീരവും ഒരു രക്തവും ദൈവജനത്തിന് നിങ്ങൾ പരികർമ്മം ചെയ്യുന്നു, പങ്കുവയ്ക്കുന്നു. കർത്താവിന്റെ ഭൗതിക ശരീരത്തെ കൈകളിലെത്തുന്ന വൈദികർക്ക് പാതുകിട്ടേണ്ട ചൈതന്യവും കർത്താവ് വളർത്തുന്ന വൈദിക ഗുണങ്ങൾ തന്നെയാവണം. ഈശോയുടെ ചൈതന്യം എന്താണെന്ന് നാം വ്യക്തമായി വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഇതിന് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നാണ് മാർപ്പാപ്പ പറയുക. എങ്ങനെ യേശു തന്റെ പിതാവിന് കീഴ്പ്പെട്ട് ജീവിച്ചു, അതുപോലെ ജീവിക്കാൻ കടപ്പെട്ടവരാണ് വൈദികർ. ഈ കഴിഞ്ഞ നോയമ്പുകാലത്തിന്റെ പ്രത്യേകിച്ച് ശുദ്ധ ത്രിദിന ദിവസങ്ങളുടെ ആദ്യത്തിൽ മാർപ്പാപ്പ പറയുകയുണ്ടായി, നാം യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെയും മരണത്തെയും ഉദ്ധാനത്തെയും ധ്യാനിക്കുകയാണ്. നാം യേശുവിനോടൊപ്പം ധ്യാനത്തിലൂടെ ഓർമ്മയിലൂടെ ദിവ്യ ബലി അല്ലെങ്കിൽ കർത്താവിന്റെ ബലിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്താണ് ഈശോയുടെ മനോഭാവമെന്നും മാർപ്പാപ്പ എടുത്തു പറയുന്നു. ഇത് നമ്മൾ ഓർക്കുന്നത്, ഓർമ്മിക്കുന്നത് എപ്രകാരം യേശു പിതാവിന്റെ തിരുമനസ്സിന് കീഴ്വഴങ്ങിയോ അതുപോലെ കീഴ്വഴങ്ങാനുള്ള സന്നദ്ധത. ആ സന്നദ്ധതയാണ് ഒരു പുരോഹിതനെ ബലിയാത്മകനും പുരോഹിതനുമാക്കി, ചുരുക്കി പറഞ്ഞാൽ ബലി തന്നെയാക്കി തീർക്കുന്നത്. ഇന്നലെയും ഒരു കപ്പൂച്ചിയൻ സഹോദരനെ വൈദ്യനാക്കി ഉയർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബലിയർപ്പണം മഹത്തായ ഒരർപ്പണമാണ്. നാം ഓരോ ദിവസവും ഏറ്റുപറയുന്നുണ്ട്, ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ഇത് വെറുതെ ഒരു ഓർമ്മ പുതുക്കലല്ല, ഒരു ആത്മസ്ഥിതിയല്ല, ഒരു മഹാനെ കുറിച്ചുള്ള പണ്ട് കാലങ്ങളിൽ നടന്ന ഒരു ദാരുണ മരണത്തെ കുറിച്ചല്ല ആണ്. പക്ഷെ അതോടൊപ്പം ഇന്നും തുടരേണ്ട ബലി, ഇന്നും പീഡകൾ ഏറ്റുവാങ്ങേണ്ട ബലി, ഇന്നും രക്ഷാകരമായ
ഇത് മുറിച്ച് വിളമ്പലാണ്, ഇത് കൊടുക്കലാണ്, ഇത് പങ്കുവയ്ക്കലാണ്. മുഴുവനായി ദൈവപിതാവിന് എങ്ങനെ യേശു തന്നെ തന്നെ കൊടുത്തു അതുപോലെ കൊടുക്കാനുള്ള ബലി. അതാണ് ഈ ഓർമ്മ. ഈ ഓർമ്മയ്ക്ക് മുമ്പിലാണ് നമ്മൾ അതിൻ്റെ കർത്താക്കളായി ബലിയാർപ്പകരായി നിലകൊള്ളുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആ സർവസ്വമാണ് ഈ ജീവിതം, ഈ പൗരോഹിത്യ ജീവിതം എന്ന കാര്യം നാം പ്രത്യേകം ഓർക്കുക. കർത്താവയുടെ വാക്കുകൾ വളരെ ശക്തമാണ്. ലോകത്തിന്റെ പ്രലോഭനങ്ങൾ അനവധിയാണെന്ന് അറിയാം. പണ്ടത്തെ സന്യാസത്തിന്റെ കാലമല്ല ഇപ്പോൾ, അത് പറയുന്നവരുണ്ട്. പണ്ട് സന്യാസം ജീവിച്ചതുപോലെ ഇപ്പോഴൊന്നും ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർ ധാരാളമുണ്ട്. സഭയുടെ അകത്തുമുണ്ട്, പുറത്തുമുണ്ട്. രൂപതകളും ഇടവകകളും അതായത് എല്ലാ സ്ഥാപനങ്ങളും അത് ആശ്രമത്തിൻ്റെതാകാം, അത് സന്യാസ സഭയുടേതാകാം. അവിടെയുള്ളതെല്ലാം അനുമതിയാകുന്ന വളരെ സംരംഭങ്ങൾ അതെല്ലാം ദൈവജനത്തെ സേവിക്കാനുള്ള ഉപാധികൾ മാത്രമാണ്. അത് ഉപാധികൾ മാത്രമാണ്. ആവണം എന്നാണ് മാതാവ് പറയുന്നത്. പുരോഹിതൻ, വൈദികൻ വിളിക്കും വിശ്വാസത്തിനും അപ്പുറം ഈ വസ്തുക്കളെ സമീപിച്ചാൽ എളിമയും വിനയവും അനുസരണവും ദാരിദ്ര്യവും കൈവിട്ടാൽ വൈദികവൃത്തിയുടെ ചൈതന്യം നഷ്ടപ്പെടും. അതാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. കാലം മാറാം, ഒരുപാട് പ്രലോഭനങ്ങൾ നമ്മെ പിടികൂടാം. പക്ഷേ നമ്മുടെ ആ വൃതപ്രായത്തിന്റെ ശക്തിയിൽ ഒരു അഭിഷേകം സ്വീകരിക്കുമ്പോൾ അത് ശക്തിയുണ്ടെന്ന് നാം വിശ്വസിക്കുന്നു. ഞാൻ പലപ്പോഴും കുറച്ചൊരു സിദ്ധാന്ത വിശ്വാസത്തിലേക്കായാണ്. ഒരു സന്യാസ വൈദികരെ സംബന്ധിച്ചിടത്തോളം ആർക്കെന്ന് തോന്നിയാൽ ഞാൻ പറയുന്നത് സന്യാസത്തിന്റെ വ്രതമാണ് ആഘോഷിക്കേണ്ടത് പൗരോഹിത്യത്തെക്കാൾ. കാരണം സന്യാസത്തിന്റെ വ്രതം അത് സന്യാസം ചെയ്യുക, ദൈവത്തിന് കൊടുക്കുക, അതാണ് ഏറ്റവും മുഴച്ച് ഒരു സന്യാസത്തിൽ കാണിക്കപ്പെടേണ്ടത്. പക്ഷെ ഇന്ന് കാലം മാറിയതോടുകൂടി ദൈവജനത്തിനും സഭയ്ക്കുമെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയാണ് ശരി, സന്യാസി ഈ ഒരു മഹത്വം, ഈ ദിവസത്തേക്കാൾ പ്രാധാന്യം വാസ്തവത്തിൽ നിങ്ങൾ സന്യാസിയായി ദൃഢപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ. കാരണം അത്ര മഹത്വമുള്ളതാണ് ആ വ്രതങ്ങൾ. ഫ്രാൻസിസ് അസീസി ആ വ്രതങ്ങളിലാണ് തന്റെ ജീവിതത്തെ കൈവരിച്ചത്. വാസ്തവം ഓർമ്മിക്കുന്നു, നമ്മുടെ ജീവിതം ബലിയാക്കണം സർവ സൃഷ്ടിജാലങ്ങൾക്കുള്ള സർവ്വയും തീർത്ഥയാത്രയുടെ മുമ്പിൽ നിന്ന് നാം നയിക്കുക. അതാണ് ഈശോ തുറന്നപ്പോൾ തന്നെ നമ്മൾ സ്വയം അശരീരി മുഴങ്ങിയത്, മാലാഖമാർ പാടിയത് സകല ലോകത്തിലും, സകല ലോകത്തിലും, അതായത് ഭൂമിയും മണ്ണും ആകാശവും എല്ലാം അതിൽ പെടും. സർവ്വ ജീവജാലങ്ങളും അഖില ലോകത്തിലും സന്തോഷകരമായ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഒരു രക്ഷകൻ തിരിച്ചിരിക്കുന്നു. രക്ഷയുടെ അനുഭവം, സകലർക്കും രക്ഷയെ വരുന്ന അനുഭവം. ഈ ആശ്രമത്തിന്റെ മുന്നിൽ തന്നെ ഫ്രാൻസിസ് ചെറുതായ ആയിട്ട് നിൽക്കുന്ന വലിയ ഒരു സ്റ്റാച്ചു സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് മൃഗങ്ങൾ പോലും ദൈവ സ്നേഹത്തിന്റെ മഹത്വത്തിന് മുമ്പിൽ കുമ്പിടുന്നു, അവർ താഴുന്നു. ഇത് എളിയവന്റെ ശക്തിയാണ്. ഇത് ബലിയാനികളായി ദൈവത്തിന് മുമ്പിൽ തലതിരിക്കുന്നവന്റെ മഹത്വമാണ്. സൃഷ്ടിജാലങ്ങൾ പോലും പ്രകൃതി പോലും തിരിച്ചറിയുന്നു. മാപ്പാപ്പ് ഓർമ്മിക്കുന്ന ചില വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാവണം. അദ്ദേഹം നമ്മൾ ഓർമ്മിക്കുന്നത് ഈ കാലത്തിന്റെ ഗതിവിഗതികൾ
നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഈ ലോകത്തിന്റെ ഭൗതികതയിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ നാം എപ്പോഴും കാതും കണ്ണും തുറന്നവരായിരിക്കണം. ലോകത്തിലുള്ള എല്ലാം കാണണം, എല്ലാം അറിയണം എന്ന് നമുക്ക് നിർബന്ധമില്ലെന്ന് മാർപ്പാപ്പ പറയുന്നു. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ വന്ന വഴികളും പിന്നാമ്പുറങ്ങളെല്ലാം മറന്നുപോകുന്ന സന്ദർഭങ്ങളുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ ഓർക്കേണ്ടത് ഈശോയുടെ വാക്കുകളാണ്. ഇവിടെ അത് പറഞ്ഞു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്. വളരെ ആഴത്തിലുള്ള അർത്ഥമാണ് അതിന് മുമ്പിലുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നിങ്ങളുടെ മുഖത്ത് വലിയ പ്രകാശമുണ്ടെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. പ്രഭയാണ് വൈദികൻ പുരോഹിതനെന്ന് മാർപ്പാപ്പ പറയുന്നു. അതുകൊണ്ട് മാർപ്പാപ്പ ഉറപ്പിച്ചു പറയുന്നു, പ്രഭയ്ക്കെതിരെ, പ്രകാശത്തിനെതിരെ അന്ധകാര ശക്തികൾ എപ്പോഴും മടവെട്ടും, ഇരുട്ടിന്റെ ശക്തികൾ കടന്നു വരും. അത് തട്ടിത്തെറിപ്പിക്കാൻ നാം തയ്യാറാകണം. അതാണ് മാർപ്പാപ്പയുടെ സന്ദേശം. കൊരിന്ത്യരുടെ ലേഖനത്തിൽ അത് കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. വാർത്തയിൽ പരിചയം പ്രാർത്ഥനയുടെ ആയുധമാണ്, തപസ്സിന്റെ ബലമാണ്. ഇതാണ് നമുക്ക് ലോകത്തിന് മുമ്പിൽ ശക്തിയായിട്ട് നിൽക്കാനുള്ള, ലോകത്തിന്റെ ഗതികൾ മാറുമ്പോൾ ആ ഗതികളെ തിരിച്ചുവിടാൻ കഴിയുന്ന ഒരു മഹത്വത്തിന്റെ നമ്മുടെ മാനദണ്ഡങ്ങൾ. ഈ ലോകത്തിൽ ധാർമ്മികതയെല്ലാം നശിക്കുമ്പോൾ അതിനെയെല്ലാം നിശ്ചിതമായി തിരുത്താൻ ഭയപ്പാടുകൂടാതെ അത് നമ്മൾ തെറ്റാണെന്ന് പറയാൻ സാധിക്കുന്നത് ഈ പ്രഭ നമ്മിൽ എന്നും മങ്ങാതെ നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യം വളരെ മനുഷ്യത്വമുള്ളതും ദൈവത്വമുള്ളതുമാണ്. എന്നിട്ടാണ് മാർപ്പാപ്പ ഓർപ്പിക്കുന്നത്, ആദ്യം മനുഷ്യനായിരിക്കുക. ഈശോ മനുഷ്യനാണ്, പൂർണ്ണാർത്ഥത്തിൽ പച്ച മനുഷ്യനായി. അതാണ് പാപമൊഴികെ എല്ലാറ്റിനും അവൻ നമ്മെ പോലെയായി. അടിമയുടെ വേഷമെടുത്തു, മനുഷ്യന്റെ ദാസന്റെ രൂപമെടുത്തു. അവൻ മരണത്തോളം കുരിശുമരണത്തോളം കീഴ്വഴങ്ങി അനുസരണമുള്ളവരായി. അതുകൊണ്ട് സകല നാമത്തെക്കാൾ ഉന്നതമായ നാമം അവർ നൽകി. ആ നാമം കേൾക്കുന്ന മാത്രമേ സകല മുഴങ്കാലുകളും കൊട്ടുമടക്കട്ടെ. ഈ ആദരവോടെ അച്ഛന്മാരെ കാണുന്നവർ എന്നും അനുവദിക്കണം. ഒരച്ഛന്റെ മുമ്പിൽ കുമ്പിടുകയും ചിലപ്പോഴെല്ലാം പാകരം നമസ്കരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പക്ഷേ അത് വേണ്ട എന്നുള്ള ഒരു മനോഭാവം അറിയാതെ കടന്നു വരുന്നുണ്ട്. സന്യാസത്തിന്റെ ഉടുപ്പിലും വൈദ്യന്റെ ഉടുപ്പിലും ഇപ്പോഴും വലിയ പ്രസക്തിയുണ്ട്. അതിനൊന്നും ഒരു മാറ്റവുമില്ല. അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ തിരിച്ചറിയലാണ്. ഞാൻ കൊല്ലൂരിന്റെ ദേവാലയത്തിൽ ഈ മണ്ണിൽ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ എല്ലാം ഒരു ജീവിതചൈതന്യമുണ്ട്. വിശുദ്ധ പാദങ്ങളുമായി കടന്നുപോയ വിശുദ്ധരായ വൈദിക സന്യസ്ത ശ്രേഷ്ഠന്മാര് ജീവിച്ചിടമാണ്. പുണ്യസ്ഥലം. ഇവിടെയൊക്കെ നിങ്ങൾ അഭിഷിക്തരാവുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. യൂറോപ്യനെയും മാർഗത്തിന്റെയും പുണ്യസ്ഥലത്തിന്റെയും ഒക്കെ നേരിട്ട് കാണാനും അത് സംസാരിക്കാനും ഒക്കെയുള്ള അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം വെച്ച് ഞാൻ ഇന്നലെ ഓർമ്മിച്ചു, അവരുടെ കാലം കഴിഞ്ഞുപോയി, ഇപ്പൊ വേറെ കാലമാണെന്ന് പറഞ്ഞാൽ തെറ്റി. സന്യാസത്തിന്റെ മൃതവും താളവും കൂടി അവർക്ക് ഉണ്ടാകണം. അവർക്ക് ഈ വഴിയിലൂടെ നടക്കണം. അവരിലൂടെ ദൈവത്തെ കാണണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഫ്രാൻസിസിയുടെ കഥ അത് സംഭവമാകാം, ചരിത്രമാകാമെന്ന് ഞാനിതുവരെ പറഞ്ഞു. ക്ലാരയുടെ വീട്ടിലേക്ക് ക്ലാര ചെല്ലാൻ പറഞ്ഞപ്പോൾ അവളിൽ ഞാൻ തന്നിട്ടുണ്ട്. ആ ക്ലാര
നമ്മളോട് ഓർമ്മിപ്പിച്ചപ്പോൾ നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലോ കഥയിലോ പറയുന്നത് എന്താണ് പറയുന്നത്? ഈ മഞ്ഞുകാലത്ത് ഞാൻ പോകണമെങ്കിൽ ഞാൻ പോകുന്ന വഴികളിൽ പൂക്കൾ വിരിഞ്ഞിരിക്കണം. പൂക്കൾ വിരിഞ്ഞിരിക്കണം. പൂക്കൾ വിരിഞ്ഞു എന്നാണ് അതിൽ പറയുന്നത്. എനിക്ക് ഇത് കഥയാണെന്നോ മറ്റ് ചരിത്ര സംഭവമാണെന്നോ ആലോചിച്ചുകൂടാ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അത് സത്യമായും നേരായും ശരിയാണ്. കാരണം ഇന്നും ആ മണ്ണിൽ ചവിട്ടുമ്പോൾ അസിദ്ധി ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ എങ്ങുമില്ലാത്ത കുളിർമ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇത് 90-ാം സങ്കീർത്തനമാണ് വായിച്ചത്. 84 സങ്കീർത്തനം വായിച്ചാൽ ഈ അനുഭവങ്ങളാണ്. ഒരു സന്യാസത്തിന്റെ വൃത്തത്തിന്റെ വലിയ മഹത്വം കാണാൻ കഴിയും. ദേവാലയത്തിൽ പോകുന്ന സഞ്ചാരി സങ്കീർത്തകൻ ദൂരെ നിന്നാണ് ദേവാലയത്തെ കുറിച്ച് അവൻ സന്ദർശിക്കുന്നു. എത്ര മനോഹരമായ ദേവാലയം! പിന്നെ ഒരുപാട് ചിന്തകൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അവർ ഈ ദൈവചിന്തയുമായി കടന്നു പോകുമ്പോൾ പൂക്കൾ വിരിയുന്ന വഴികളിൽ അരുവികൾ കൊത്തിവിടരുന്നു. വരണ്ട നിലങ്ങളിൽ ജലം, ശുദ്ധജലം വിടർന്നു വരുന്നു, അല്ലെങ്കിൽ ഉറവകൾ വരുന്നു. വചനം എപ്പോഴും ഇന്ന് കേട്ടതുപോലെ നമ്മുടെ പാദങ്ങൾക്ക് വെളിച്ചവും വഴിയിൽ പ്രകാശമാണ്. അങ്ങനെ അതെല്ലാം സത്യമാണ്. എന്റെ വചനം ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാലും എന്റെ വചനം കടന്നു പോവുകയില്ല. ആ പ്രഘോഷണം ഏറ്റുവാങ്ങുന്നവരാണ് നമ്മൾ. നമ്മുടെ ജീവിതം കൊണ്ട് പ്രസിദ്ധീകരിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ജീവിതം കൊണ്ട് ബലിയർപ്പിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്, ഓരോ മനുഷ്യന്റെയും പീഡാനുഭവം ഏറ്റുവാങ്ങാൻ കടപ്പെട്ടവൻ വൈദികൻ. യേശുവിന്റെ പീഡാനുഭവം ഇന്നും തുടരേണ്ടവൻ വൈദികൻ. നമുക്ക് മാറി നിൽക്കാനാവില്ല. ഇതൊക്കെ വെള്ളിയാഴ്ച തിരക്കുള്ള ദിവസമാണെങ്കിലും ഒരു ചാനലിന് മുമ്പിൽ എടുക്കുള്ളൂ. ആദ്യത്തെ ചോദ്യം ഒരു കൊച്ചുകുട്ടിയുടെ 7 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി ജപ്പാൻകാരെത്തി. അവർ പറയുകയാണ്, എന്റെ പിതാവ്, ഞാൻ ജപ്പാനിലെ ഒരു കുട്ടിയാണ്. 7 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഞാൻ. എന്റെ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാർ ഒരുപാട് പേർ മരിച്ചു. ഞാനിരിക്കുന്ന വീട് കുലുങ്ങി തെറിച്ചു. എന്റെ നാട്ടുകാർ ഒരുപാട് പേർ മരിച്ചു. എനിക്ക് പേടിയാവുന്നു, എനിക്ക് ഭയമാവുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഒരു വലിയ പീഡാനുഭവത്തിന്റെ ദിവസം മാർപ്പാപ്പായുടെ മുമ്പിൽ വന്ന ഒരു ചോദ്യം. മാർപ്പാപ്പ ഒട്ടും കുലുങ്ങാതെ പറഞ്ഞു, എന്റെ കുട്ടി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നീ കഴിയുന്നതോടൊപ്പം ഈശോ നിന്നോടുകൂടെ കഴിയുന്നു എന്ന് ഞാൻ നിന്നെ ഓർപ്പിക്കുന്നു. നിന്റെ ദുഃഖങ്ങളിൽ ഈശോ നിന്റെ കൂടെയുണ്ട് എന്ന് നിനക്ക് മനസ്സിലാകുന്ന ഒരു ദിവസം വരും മകളെ, ഒരു ദിവസം വരും. എന്തിനെ സംഭവിച്ചെന്ന് നീ ചോദിക്കുമ്പോൾ അത് ഇന്നതിനു വേണ്ടിയാണ് സംഭവിച്ചതെന്ന് നിനക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിവസം നിന്റെ ജീവിതത്തിലുണ്ടാവും. മാർപ്പാപ്പ കൊടുക്കുന്ന ഉറപ്പ്, ഈ ഉറപ്പ് നമുക്ക് കൊടുക്കാനാവണം. ഒരുപാട് മനുഷ്യരുണ്ട്, അവന്റെ വേദനകളിൽ യേശു നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന അനുഭവം അത് അവർക്ക് തോന്നണം. ഞാൻ എന്റെ അടുത്ത് വരുന്നവർക്ക് ഒരു സൗഖ്യം തോന്നണം. ഞാൻ ദേശത്തറിയിരിക്കുമ്പോൾ എന്റെ കൂടെ ഇരിക്കുന്നവർക്ക് ഒരു ആശ്വാസം തോന്നണം. ഒന്നും പറയണ്ട, വെറുതെ എഴുതാൻ മതി. അതുകൊണ്ടാണല്ലോ പ്രാക്ടീസ് സഹോദരൻ ചോദിച്ചത്, വെറുതെ പോയിട്ട് ഒന്നും ഇണ്ടാതെ നമ്മൾ തോന്നല്ലോ പ്രസംഗമൊന്നും നടത്തുകയില്ല. മതി, നമ്മൾ വഴിയിലൂടെ പോകുന്നത് തന്നെ മതി. ആ പോക്ക് നെല്ലിപ്പൂക്കളുടെ വിടലും ഉറവകളുടെ ഒട്ടിവരലും ഒക്കെയാണ്. അങ്ങനെ വരപ്രസാദം നിങ്ങളുടെ ഒഴികട്ടെ എന്ന് പ്രിയപ്പെട്ട
ഇടയന്മാരെ, സന്യാസത്തിന്റെ തീവ്രതയിൽ ജീവിക്കുന്നവരെ, ഞങ്ങളെക്കാളധികം താമസം ക്ലാസ് ചെയ്യുന്നവരെ, നിങ്ങൾക്ക് ആ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നന്മകളൊക്കെ നേരുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായി പങ്കുവയ്ക്കാൻ എനിക്കുള്ളത്, ഈ മക്കളെ നമ്മൾ പിന്തുണയ്ക്കണം. അവര് ദൈവത്തിന്റെ അഭിഷിക്തരാണ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രോത്സാഹനവും പിന്തുണയും നമ്മൾ നൽകണം. പെരുത്താണ്ടവും തിരുത്തം വീട്ടുകാരുടെ ചുമതല ഇനിയും മുന്നോട്ട് പോകണം. അന്വേഷണം ഉണ്ടാകണം. സന്യാസത്തിന് പറ്റാത്തത് കടന്നു വരുമ്പോൾ മകനെ അടുത്ത മകനെ എന്ന് സ്നേഹപൂർവ്വം മക്കളൊക്കെ തിരുത്താൻ നമുക്കാവണം. ഒപ്പം ദൈവവിളിയോട് താല്പര്യമുള്ളവരാണ്. ഓരോ കുഞ്ഞ് ദൈവവിളിക്ക് ഉത്സാഹം കാണിക്കുമ്പോൾ അത് മറച്ചു പറയാൻ നമ്മൾ തയ്യാറാകരുത്. ഇന്ന് പല ആൾക്കാരും അങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് അമ്മച്ചമാര്, ഞാൻ ഇന്നലെ വലിയ ഇടവയിൽ പറഞ്ഞു, കൊച്ചമ്മച്ചമാർ, വലിയ അമ്മച്ചമാർ പറയേണ്ട ഒരു കാര്യമില്ല. ഈ കുട്ടികൾ ഒരാൾ മതി, രണ്ടെണ്ണം മതി എന്നൊക്കെ നിശ്ചയിക്കുന്നു. ചിലർക്ക് എൻ്റെ അടുത്ത് ജോലിക്ക് ടിറ്റിച്ച് പാസ്സായിട്ടുണ്ട്. ഇവിടെ അവിടെ നിർവഹിച്ചു എന്റെ പിതാവെ 8 മോള് പാസ്സായി, അതിന് ജോലി കിട്ടിയിട്ട് വേണം കല്യാണം നടത്താൻ. എവിടത്തെ ജോലി കൊടുക്കാൻ? ഒരു കുട്ടിയില്ല, ട്യൂഷനൊക്കെ പോകണം. എന്താ ട്യൂഷനൊക്കെ പോകണം? കുട്ടികളില്ല, ആർക്കും വേണ്ട കുട്ടികൾ. 6ാമത്തെ വളരാണെന്നാണ് ഞാൻ, അല്ലേ? ഒരു കുട്ടിയെ വളർത്തിയാൽ പോലും അമ്മ ആർക്ക് വിഷമമാണ്. ഇപ്പൊ സ്കൂൾ അടച്ചിരിക്കുക, എങ്ങനെയും സ്കൂൾ വളർന്നാല് തുടങ്ങണേ എന്ന് പറഞ്ഞ് തലയെ കഴിച്ചിട്ട് പ്രാർത്ഥിക്കുക. അത് കൊച്ചുങ്ങളെ എന്ത് ചെയ്യും? അത്രയും ബുദ്ധിമുട്ട്. എന്റെ പ്രിയപ്പെട്ട ആവശ്യമാണ്, നിങ്ങളെ ഈ കൊച്ചുങ്ങളെ കുറിച്ച് ഇപ്പോഴേ സ്വപ്നം കണ്ട് നല്ലതാണ്. സ്വപ്നം കാണുന്നത്, സ്വപ്നം കണ്ട് ഇരിക്കുമ്പോൾ ഒരു സ്വപ്നം കൂടെ വേണം. ഒരു കുഞ്ഞിനെ ദൈവത്തിനു കൂടെ സമർപ്പിക്കണം. എന്റെ ദൈവമേ, എന്നെ സഹായിക്കണമേ. ഒരു കുഞ്ഞിനെ ദൈവത്തിലൂടെ കൊടുക്കാൻ പറ്റണമേ. ഒരു കുഞ്ഞ് രാത്രി പകലും നിങ്ങൾക്ക് വേണ്ടി അസമത്തിൽ, വൈദ്യ മന്ദിരത്തിൽ, വഴിയിൽ, അസാരിയിൽ, അല്ല മഠത്തിൽ ദൈവത്തിന്റെ മക്കളിലേക്ക് കഴിവ് ഉയർത്തുന്നു എന്നുള്ളത് എത്ര മനോഹരമാണ്. നിങ്ങളുടെ ബോധ്യം അമ്മമാർക്കുണ്ടാകണം. ഇന്ന് കോട്ടപ്പുറത്ത് വെച്ച് പ്രോ ലൈഫ് മൂവ്മെന്റിലെ ഒരു വനിത പറഞ്ഞു, ഞാൻ ഇവിടെ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇടുക്കിയിൽ 4ാമത്തെ കുട്ടിയെ മാവുദീസ പിതാവ് മുക്കി, പിതാവ് ജ്ഞാനസ്നാനം കൊടുക്കുമെന്നാണ് അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 4ാമത്തെ കുട്ടി. അപ്പൊ ഞാൻ വളരെ പറഞ്ഞു, 4ാമത്തെ കുട്ടി വേണം, 3ാമത്തെ കുട്ടിയാണ് ഞാൻ പറഞ്ഞ മാവുദീസ അദ്ദേഹം പറഞ്ഞു. ഇത് തമാശയായിട്ട് ദൈവക്കാരുത്. ദൈവത്തിന് വേണ്ടി കുട്ടികളെ മുന്നോട്ട് തയ്യാറായി വരുമ്പോൾ എനിക്ക് 1 ഉള്ളൂ, 2 ഉള്ളൂ എന്ന് പറയുന്ന ഒരവകാശവും ആർക്കുമില്ല. അങ്ങനെ പറഞ്ഞാൽ അത് അപകടം. ഒരു കുട്ടിയെയും തടയാൻ പാടില്ല. അവർ ദൈവത്തിനായി വിളിക്കപ്പെടുന്നവരാണ്. ചെറുപ്പത്തിൽ അവർ തടഞ്ഞു തുടങ്ങിയാൽ ആ